ഈ രക്ഷാപ്രവർത്തകർ ആദ്യ ദിവസം മുതൽ തന്നെ ഊർജിതമായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായും എൻ്റെ വീട് ഇവിടെയായിരുന്നു, എൻ്റെ വീടിൻ്റെ ഘടന ഇങ്ങനെയാണ്, അത് കഴിഞ്ഞ് ഈ ചേട്ടൻ്റെ അല്ലെങ്കിൽ ഈ ചേച്ചിയുടെ വീടുണ്ട്, ഇവിടെ ഇത്ര അധികം ആളുകൾ താമസിച്ചിരുന്നു, ഇവരെയൊക്കെ ഇപ്പോൾ കാണാനില്ല. ഈ വിവരങ്ങളൊക്കെ കൃത്യമായും ഉറപ്പായും പറയാൻ കഴിയുക അതിൻ്റെ ഉടമസ്ഥർക്കാണ്, ആ ഭൂപ്രദേശത്ത് താമസിച്ച ആളുകൾക്കാണ്. ശരിയാണ്, ചില ആളുകൾ അവിടേക്ക് വരുന്നുണ്ട്, നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ കൂടുതൽ ആളുകൾ ഇപ്പോഴും ക്യാമ്പിലും പലരും ആശുപത്രിയിലുമുണ്ട്. അവർ കൂടി ഇതിന്റെ ഭാഗമാകണം. എന്നാൽ മാത്രമേ, നേരത്തെ മധു പറഞ്ഞതുപോലെ, ബോധ്യപ്പെടണം. ഇവിടെ എൻ്റെ വീടുണ്ടായിരുന്നു, സാധ്യമായ എല്ലാ തെരച്ചിലും എൻ്റെ വീട് നിന്നിടത്ത് നടത്തി എന്നൊരു ബോധ്യപ്പെടൽ അവർക്ക് കൂടി ആവശ്യമാണല്ലോ. ആര്യ, ആ ബോധ്യപ്പെടൽ തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇങ്ങനെയൊരു തെരച്ചിൽ സാധ്യത ആലോചിച്ചത്. അങ്ങനെ ജനകീയ തെരച്ചിൽ എന്ന ഒരു കാര്യത്തിലേക്ക് കടന്നതും അതുകൊണ്ടാണ്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം, ഇന്നലെ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വൈകിട്ട് പറഞ്ഞത് 190 പേരുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നു, അവർ തെരച്ചിലിൻ്റെ ഭാഗമാകും 6 കേന്ദ്രങ്ങളിൽ എന്നാണ്. പക്ഷേ ഇന്നലെ രാത്രി വൈകി ലഭിച്ച വിവരമനുസരിച്ച് 50 പേർ മാത്രമാണ് ഇന്ന് തെരച്ചിലിന് എത്തുക എന്ന് പറയുന്നു. അതും 11 മണിയോടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. നാളെ പ്രധാനമന്ത്രിയുടെ സന്ദർശനമാണ്. ഔദ്യോഗിക സംവിധാനങ്ങൾ മുഴുവൻ അതുമായി ബന്ധപ്പെട്ട ചുമതലകളിലേക്ക് മാറേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ മോക്ക് ഡ്രില്ലൊക്കെ നടക്കുകയാണ് കൽപ്പറ്റ നഗരത്തിലും അതുപോലെ മറ്റ് പ്രധാനമന്ത്രി പോകുന്ന ഭാഗങ്ങളിലുമൊക്കെ. അതുകൊണ്ട് ഇന്ന് തെരച്ചിൽ കുറേ നേരത്തേക്ക് നീട്ടാനാകില്ല. അതുകൊണ്ടാണ് ഈ രാവിലെ 6 മുതൽ 11 വരെ തിരയാം എന്നൊരു തീരുമാനത്തിലെത്തിയത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് 8 മണിയോടെയൊക്കെ ആളുകൾ എത്തുകയുള്ളൂ എന്നതാണ്. എന്തായാലും ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലേക്കുള്ള പോലെ ഈ ദൗത്യ സംഘം തെരച്ചിലിനുള്ള മറ്റ് ആളുകളും സേനകളും സന്നദ്ധ പ്രവർത്തകരുമൊക്കെ 6 മണിക്ക് തന്നെ എത്താറുണ്ട്. അവർ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ക്യാമ്പിൽ നിന്നുള്ള ആളുകളൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞേ എത്തൂ എന്നാണ് ലഭിക്കുന്ന വിവരം. നേരത്തെ പുത്തുമലയിൽ ദുരന്തം ഉണ്ടായപ്പോഴും 5 പേരെ തിരിച്ചു കിട്ടാനുണ്ടായിരുന്നു. അന്ന് ചെയ്തത് ഈ 5 പേരുടെയും ബന്ധുക്കളെ ജില്ലാ കലക്ടർ നേരിട്ട് കണ്ട് അവരോട് സംസാരിച്ചു. അവർ തിരച്ചിൽ നിർത്താൻ സമ്മതം അറിയിച്ചു. പക്ഷേ ഒരു കുടുംബം മാത്രം 2 ദിവസം കൂടി ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് തിരയണമെന്ന് ആവശ്യപ്പെട്ടു. ആ തിരച്ചിലും പൂർത്തിയാക്കിയാണ് 19 ദിവസം തെരഞ്ഞതിന് ശേഷമാണ് പുത്തുമലയിൽ തിരച്ചിൽ അവസാനിപ്പിച്ചത്. അന്നും ഇതുപോലെ ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടം വഴിയൊക്കെ താഴേക്ക് ഇറങ്ങി ഒരു സംഘം, ഒരു പകൽ മുഴുവൻ ഒരു സംഘം ആ ഭാഗത്തൊക്കെ തെരച്ചിൽ നടത്തിയിരുന്നു. അതിനുശേഷമാണ് തെരച്ചിൽ അവസാനിപ്പിച്ചത്. ഇവിടെ പക്ഷേ 100-ലധികം ആളുകളെ ഇനിയും കണ്ടുകിട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുടുംബാംഗങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതൊക്കെ എത്രത്തോളം പ്രായോഗികമാണ് എന്ന് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു കാര്യം പ്രഖ്യാപിച്ചത്, ജനകീയമായി തിരയുക, ആളുകളെ കൂട്ടിത്തിരയുക എന്നത്. പക്ഷേ ആ പ്ലാൻ പൂർണ്ണമായും ഇന്ന് നടപ്പാവില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാവുക. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ സന്ദർശനം നാളെയുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഉച്ചവരെ സമയമുള്ളൂ. അത് ഒരു പൂർണ്ണമായ തോതിൽ തിരഞ്ഞെടുക്കപ്പെട്ട 190 പേരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ ഇന്ന് നടക്കില്ല. ആര്യ.